നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമ്മനാണ് കേട്ടോ. ഇപ്പോൾ മണ്ഡലകാലമാണ്, എല്ലാവരും ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയമാണല്ലേ. അപ്പോൾ ഞാൻ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇരുമുടിക്കെട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തിനാണ് നമ്മൾ ശരിക്കും ശബരിമലയ്ക്ക് പോകുന്നത്? കുറേ ആളുകൾ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുമായിട്ടാവും പോകുന്നുണ്ടാവുക. ചില ആൾക്കാർ അയ്യനൊന്ന് കണ്ടാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ കൂടുതൽ ആളുകളും ഈ നെയ്യഭിഷേകം ഒരു പ്രധാനമായിട്ടുള്ളൊരു ഇതാണ് ആൾക്കാർ വിചാരിക്കുന്നതാണ്. അവിടെ പോയി ശബരിമലയിൽ പോയി നെയ്യഭിഷേകം ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ നെയ്യഭിഷേകം ചെയ്യണത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ആഗ്രഹത്തിൻ്റെ കുഞ്ഞു നാളികേരത്തിൽ ആ നെയ്യ് നിറച്ചിട്ടാണ് നമ്മൾ ഓരോ ഭക്തനും മല കയറുന്നത് അല്ലേ. അപ്പോൾ ആ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കൂടിച്ചേരലിൻ്റെ ഒരു പ്രതീകമാണ് ശരിക്കും നെയ്യഭിഷേകം എന്ന് പറയുന്നത്. നെയ്ത്തേങ്ങയിലെ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്ത ശേഷം ആ മുറിത്തേങ്ങ 18-ാം പടിയിൽ താഴെയുള്ള അഗ്നികുണ്ഡത്തിലേക്ക് എറിയാറുണ്ട്. ജീവിതത്തിൽ നാം ചെയ്ത പാപ പുണ്യങ്ങളുമായിട്ടാണ് ഇരുമുടിക്കെട്ടായിട്ട് നമ്മൾ ശിരസിലേറ്റി കൊണ്ടുപോകുന്നത്. ഇരുമുടിയിൽ വയ്ക്കുന്ന നെയ്യ്, ആ നെയ്ത്തേങ്ങ നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം. അതിലെ തേങ്ങ നമ്മുടെ ശരീരവും നെയ്യ് നമ്മുടെ ആത്മാവും ആകുന്നു. നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ്ത്തേങ്ങ ആഴിയാകുന്ന അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഇന്ന് വരെ ഞാൻ ചെയ്തു പോയ സകലവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഞാനോ എൻ്റെ തലമുറയോ ഉണ്ടാക്കി വെച്ച മുൻജന്മ പാപങ്ങളും ഇഹത്തിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീയാം പൊരുളായി മാറ്റണമേ അയ്യനെ. അതാണ് ആ ഭഗവാനുമായിട്ട് അയ്യപ്പനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ധന്യ നിമിഷം പവിത്രമായിട്ടുള്ള ആ മല ഇറങ്ങുമ്പോൾ നമ്മളുടെ ആ ഒരു ആത്മാവ്, ആ ശരീരവും ഒക്കെ ശുദ്ധി ചെയ്ത് പുതിയൊരു അടുത്ത വർഷത്തേക്കുള്ള ഒരു വർഷം, അല്ലെങ്കിൽ ആ ഭാവിയിലേക്കുള്ള ജീവിതം നമ്മൾ ആ ഭഗവാന്റെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി തിരിച്ച് മല ഇറങ്ങുകയാണ് ചെയ്യാറ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.